لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ സ്വാലിഹായ അഅ്മാലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം നാഫിയായ ഇൽമു പഠിക്കുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ തഫ്സീറിന്റെ ക്ലാസ്സിൽ നാം പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകൾ ചർച്ച ചെയ്തു അല്ലേ. ഒന്ന് ഹുമസ സൂറത്ത് നാം ചർച്ച ചെയ്തു, മറ്റൊന്ന് വൽ അസ്ർ സൂറത്തും ചർച്ച ചെയ്തു. അതില് ഹുമസ സൂറത്തിലൂടെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളുകൾക്കാണ് നാശം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, അടിച്ചാക്ഷേപിക്കുന്ന ആളുകൾക്കാണ് നാശം എന്ന് പരാമർശിച്ചു. എന്നിട്ട് അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു. അവർക്ക് ഹുത്തമയാണ് അവർക്കുള്ള ശിക്ഷ. ഹുത്തമ എന്നാൽ എന്താണ്? ഹുത്തമ എന്നാൽ നാറുല്ലാഹിൽ മുഖദ, അത് കത്തിക്കപ്പെടുന്ന തീയാണ്. എന്നിട്ട് അതിന്റെ സ്വഭാവങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ആ നരകം എങ്ങനെയാണ്? ഫി അമദിൻ മുമദ്ദദ, നീണ്ടു കിടക്കുന്നതായ തൂണുകളിലായിട്ടാണ്. അപ്പൊ ഒരു തൂണ് പോലെയുള്ള ഒരു നരകാഗ്നിയുടെ ഉള്ളിലാണ് അവർക്കുള്ള ശിക്ഷയുള്ളത് എന്ന് പരാമർശിച്ചു. പിന്നീട് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. എന്നാൽ ആ നഷ്ടവും ആ പരാജയവും ഒഴിവാകുന്ന ആളുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ ഒഴികെ, വതവാസൗ ബിൽ ഹഖി, ഹക്ക് കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്ത ആളുകൾ ഒഴികെ, വതവാസൗ ബിസ്സബ്ർ, പരസ്പരം ക്ഷമ കൊണ്ട് നിർദ്ദേശിച്ച ആളുകളും ഒഴികെ. അപ്പൊ ഈ 5 വിശേഷണങ്ങൾ ഉള്ള ആളുകൾ അവർ ആ പരാജയത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് എന്നും നാം പരാമർശിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 2 സൂറത്തുകൾ മാത്രമാണ് ഇന്ന് പറയുന്നത്. അതിലൊന്ന് അൽ ഖാരിഅ സൂറത്താണ് എന്ന് പറയുന്നത്. അൽ ഖാരിഅ, സൂറത്തുൽ ഖാരിഅ, അൽ ഖാരിഅതു മൽ ഖാരിഅ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. ആ സൂറത്തിന് അൽ ഖാരിഅ എന്ന് പേര് ലഭിക്കാൻ കാരണം അതിൽ അൽ ഖാരിഅ എന്ന പദമുണ്ട്. ആ പദത്തിൽ നിന്നാണ് ആ പേര് വന്നത്. പിന്നീട് പറയുന്ന സൂറത്ത് സൂറത്തു തകാസുർ, തകാസുർ സൂറത്താണ്. അപ്പൊ ഇന്ന് തകാസുർ സൂറത്തും അൽ ഖാരിഅ സൂറത്തും, ഇങ്ങനെ 2 സൂറത്തുകൾ നാം ഇൻഷാ അല്ലാഹ് പരാമർശിക്കും. ഇതില് അൽ ഖാരിഅ സൂറത്തിലൂടെ പറയുന്നത് ഖിയാമത്ത് നാളിന്റെ ആ ഭീകര അന്തരീക്ഷത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലെസൺ പ്ലാൻ ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ألهاكم التكاثر, അൽഹാക്കും, നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അത്തകാസുർ, പവർ പറയൽ. ഇവിടെ തകാസുർ എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന് വഴിപ്പെടുന്നതിനെ തൊട്ടും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അതായത് അത്തഫാഹുർ, പവർ പറയാം. അള്ളാഹുവിന്റെ ത്വാഅത്തിനെ തൊട്ട് തിരിച്ചു കളഞ്ഞുകൊണ്ട് സമ്പത്തുകളെ കൊണ്ട്, അതുപോലെ സന്താനങ്ങളെ കൊണ്ട്
ആൾബലങ്ങളെ കൊണ്ട് പരസ്പരം പവർ പറയൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോ സമ്പത്ത് കൂടുമ്പോ, അല്ലെങ്കിൽ സന്താനങ്ങൾ കൂടുമ്പോ, അല്ലെങ്കിൽ ആൾബലങ്ങൾ കൂടുമ്പോ പരസ്പരം പവർ പറഞ്ഞു നടക്കുക, അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അത് ഏതുവരെ ഉണ്ടാകും? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ കുയ്മാടങ്ങളെ സന്ദർശിക്കുന്നത് വരെ, അതായത് നിങ്ങൾ മരണപ്പെടുന്നത് വരെ ആ പവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബിഅമ്മുത്തും, നിങ്ങൾ മരിച്ചു പോകൽ കൊണ്ട്, ഫദുഫിൻതും ഫീഹ, അങ്ങനെ നിങ്ങളെ അതിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്യൽ കൊണ്ട്, ഔ അദത്തുമുൽ മൗത്ത, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മരിച്ചവരായി എണ്ണൽ കൊണ്ട്, തകാസുറൻ പെരുപ്പിക്കുന്നതിനാൽ. നിങ്ങൾ ധാരാളം ഇങ്ങനെ എന്താവുന്നു, പെരുപ്പിച്ചു പറയുന്നു, അങ്ങനെ നിങ്ങൾ എന്താണ്, ഒരു മരണപ്പെട്ട പ്രതീതിയിലാണ്. എന്നിട്ട് ഈ സൂറത്തിലൂടെ പറയുന്നത് കല്ല, കാര്യം അങ്ങനെയല്ല, വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയും. ഇതെന്താണ് റദുൻ? ഇങ്ങനെ സമ്പത്ത് കൊണ്ട് പവർ പറയുക, അതുപോലെ സന്താനങ്ങളെ കൊണ്ട് പവർ പറയുക, ആൾബലങ്ങളെ കൊണ്ട് പവർ പറയുക, അതിനെ തൊട്ടെല്ലാം തടയുന്ന ഒരു വാക്കാണ് കല്ല എന്ന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കല്ല എന്നുള്ളത്. കല്ല, വേണ്ട. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, അതിനു മുമ്പ് വരാത്തുണ്ട് അല്ലെ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അത് അറിയുക തന്നെ ചെയ്യും. അപ്പൊ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ പിന്നീട് അറിയും, പിന്നീട് രണ്ടാമതുമായി പറഞ്ഞു സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അത് മുമ്പ് പറഞ്ഞതിനെ ഒന്ന് ശക്തിപ്പെടുത്താനാണ്, തഅ്കീദ് എന്ന് പറയും അറബിയിൽ. അതിനെ ശക്തിപ്പെടുത്താനാണ് രണ്ടാമതും കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞത്. സുമ്മ, പിന്നെ, കല്ല, വേണ്ട, സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും. ഹക്കൻ, ഉറപ്പായിട്ടും, ഇൽമൻ യഖീനൻ, ഉറപ്പായ അറിവ് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ആഖിബത തഫാഖുരി, നിങ്ങൾ ആ പവർ പറഞ്ഞതിന്റെ അന്ത്യം, ദുരന്ത്യം, മാ ശഗൽതും ബിഹി, നിങ്ങൾ എന്തായിരിക്കുന്നു, ആ ഒന്നുകൊണ്ട് ജോലിയാക്കിയിരിക്കുന്നു. ആ ഒന്നിന്റെ, ആ പവർ പറഞ്ഞതിന്റെ ദുരന്ത്യം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. പിന്നീട് ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജഹീമിലേക്ക് പ്രവേശിക്കും, നിങ്ങൾ ജഹീം കാണുക തന്നെ ചെയ്യും. ജഹീം എന്ന് പറഞ്ഞാൽ അന്നാർ, അതെന്താണ്, നരകമാണ്. അപ്പൊ ആ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, സുമ്മ, പിന്നെ, ലതറവുന്നഹ, നിങ്ങൾ ആ ജഹീമിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഉറപ്പായിട്ടും കണ്ണുകൊണ്ട് കാണും പോലെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. തഅ്കീദ് എന്താണ്, ഒന്ന് ശക്തിപ്പെടുത്താനാണ്. ആദ്യം പറഞ്ഞു നിങ്ങൾ ജഹീമിനെ കാണുക തന്നെ ചെയ്യും, പിന്നെ ഉറപ്പായിട്ടും കാണുക തന്നെ ചെയ്യും എന്നതിനാണ് തഅ്കീദുൻ, അതെന്താണ്, തഅ്കീദാക്കിയതാണ്. അത് മസ്ദറുല്ലി അന്ന, അന്നന്റെ മസ്ദറാണ് ഐനൽ യഖീൻ എന്നുള്ളത്. അതായത് ലി അന്ന റഅ, ലി അൻ റഅ. വായന ബിമാന വാഹിദ്, റഅ എന്ന് പറഞ്ഞാലും വായന, അതൊക്കെ എന്താണ്, ഒരേ അർത്ഥത്തിനാണ്, കണ്ണുകൊണ്ട് കാണുക. റഅ, വായന, അതൊക്കെ എന്താണ്, കണ്ണുകൊണ്ട് കാണുക എന്ന അർത്ഥത്തിനാണ്. പിന്നീട് പറയുന്നത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങളോട് അന്നത്തെ ദിവസം ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. യൗമ യുറുയതിഹ, ആ കാണുന്ന ദിവസം നിങ്ങളോട് ചോദിക്കപ്പെടും. അൻമാ, ഒന്നിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. യുൽതദു ബിഹി ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് ആ ഒന്നുകൊണ്ട് ആസ്വദിക്കപ്പെടുന്ന ഒന്നിനെ പറ്റി ചോദിക്കപ്പെടും. മിനസ്സുഹതി, ആരോഗ്യത്തിനാൽ, വൽ ഫറാഗി, ഒഴിവ് സമയത്തിനാൽ, വൽ അംനി, അഭയത്തിനാൽ, വൽ മത്അമി, ഭക്ഷണത്തിനാൽ, വൽ മശ്റബി, പാനീയത്തിനാൽ, വഗൈരി ദാലിക, അതല്ലാത്ത എല്ലാ കാര്യത്തിനാലും നിങ്ങൾ ആസ്വദിച്ച ആ ഒന്നിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം ചോദിക്കപ്പെടും.
അപ്പൊ ഈ സൂറത്തിലൂടെ പറഞ്ഞത് പരസ്പരം പവർ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അള്ളാഹു നൽകിയ സമ്പത്ത്, അതുപോലെ സന്താനങ്ങൾ, അതുപോലെ ആൾബലങ്ങൾ, അതുകൊണ്ടൊക്കെ പവർ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചാണ് ഈ സൂറത്തിലൂടെ പറഞ്ഞത്. അങ്ങനെ ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരുടെ ശ്രദ്ധ തിരിച്ചു കളയുകയും അവർ അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ അവർക്കുള്ള ആ ശിക്ഷ, അവരെന്താണ്, ജഹീമിൽ പ്രവേശിക്കും. അവർക്ക് ജഹീമിനെ കാണിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അവനോട് ചോദിക്കപ്പെടും എന്നാണ് ഈ സൂറത്തിലൂടെ പറഞ്ഞത്. അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നാം ഒരിക്കലും അള്ളാഹുവിനെ മറന്നു പോകാൻ പാടില്ല. ഈ തഫ്സീർ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു സൂഫി പണ്ഡിതനായ ഇസ്മായിൽ ഹിക്കിൽ ബറൂസവി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു തഫ്സീർ ഉണ്ട്, റൂഹുൽ ബയാൻ. ആ തഫ്സീറിലൂടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് എത്രത്തോളം ആർത്തിയുണ്ടാകും അത് ഒരു ചരിത്രത്തിലൂടെ മഹാൻ വിശദീകരിക്കുകയാണ്. ഒരിക്കല് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉറുമ്പിന്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ ആ ഉറുമ്പിനോട് ചോദിച്ചു, നിനക്ക് ഒരു വർഷം ജീവിക്കാൻ എത്ര ധാന്യം വേണം? അപ്പൊ ആ ഉറുമ്പ് പറഞ്ഞു, ഒരു ഗോതമ്പ് മണി മതി എനിക്ക് ഒരു വർഷം ജീവിക്കാൻ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഈ ഉറുമ്പിനോട് ഈ ഉറുമ്പിനെ ഒരു കുപ്പിക്കകത്താക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന ആ ഒരു മണി, ഒരു ഗോതമ്പ് മണി ആ കുപ്പിയിലിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് നോക്കിയപ്പോ ഉറുമ്പ് ആ ഗോതമ്പ് മണിയുടെ പകുതി മാത്രമേ എന്തായിട്ടുള്ളൂ, തിന്നിട്ടുള്ളൂ. അപ്പൊ കാരണം ചോദിക്കാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. നബിമാർക്കൊക്കെ എന്തുണ്ട്, മനുഷ്യരോട് മാത്രമല്ല മറ്റു ജീവജാലങ്ങളോടൊക്കെ സംസാരിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അങ്ങനെ ആ ഉറുമ്പിനോട് ചോദിച്ചപ്പോ ആ ഉറുമ്പ് പറഞ്ഞത്, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം റിസ്ക് തരുമായിരുന്നു. അപ്പൊ ആ അള്ളാഹു ഒരിക്കലും തന്നെ എന്നെ മറക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളാണ്, സുലൈമാൻ നബിയോട് പറയാം, നിങ്ങളാണ് ഈ കൂട്ടിൽ എന്നെ അടച്ചുകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകിയത്. ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയാലോ എന്ന് ഞാൻ ഭയന്നുപോയി. അതുകൊണ്ടാണ് ഒരു അടുത്ത വർഷത്തേക്കുള്ള ഒരു കരുതിവെപ്പാണ് ഞാൻ ഒരു ധാന്യത്തിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോ ഇതിലൂടെ നമുക്കൊരു പാഠമുണ്ട്. അള്ളാഹുവിലുള്ള തവക്കുൽ നഷ്ടപ്പെടുകയും അതുപോലെ ദുന്യാവിനെ കുറിച്ച് അമിതമായി ആശങ്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് ഇത് തിരുത്തുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, ആ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം ശുക്ർ ചെയ്യണം. അള്ളാഹുവിനെ മറന്നു പോകാതെ അള്ളാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്മായിലുൽ ഹിക്കിൽ ബറൂസവി എന്ന പേര്. ഇസ്മായിലുൽ ഹിക്കി ബറൂസവി. തഫ്സീർ ഒരു 10 വാല്യങ്ങളുള്ള കിതാബാണ്. അപ്പൊ അൽ ഖാരിഅ, അന്ത്യനാൾ, അല്ലത്തി എങ്ങനത്തെ, തഖ്റഉൽ ഖുലൂബ, ഹൃദയങ്ങളിലേക്ക് വന്നടിക്കും, ബിഅഹ്വാലിഹ, അതിന്റെ ഭീകരതകളെ കൊണ്ട്. മൽ ഖാരിഅ, ഖാരിഅ എന്നാൽ എന്താണ്? അപ്പോ ആ ഒരു ചോദ്യത്തിലൂടെ പറയുന്ന എന്തിനാ? അതിന്റെ കാര്യം വളരെ ഗൗരവമാണ് എന്നറിയിക്കാനാണ്. പിന്നീടും ചോദിക്കാണ്, വമാ അദ്റാക മൽ ഖാരിഅ, ഖാരിഅ എന്താണെന്ന് തങ്ങൾക്കറിയുമോ? അതൊന്നുകൂടി എന്താണ്? ആ ദിവസത്തെ ഭയപ്പെടുത്തി അറിയിക്കാനാണ്. യൗമ യകൂനുന്നാസു, ജനങ്ങൾ ആകുന്ന ദിവസം, കൽ ഫറാശിൽ മബ്സൂസ്, വിതറപ്പെട്ടതായ പറവകളെ പോലെ ആകുന്ന ദിവസം. കഗൗഗാഇൽ ജറാദി, ജറാദിന്റെ കൂട്ടങ്ങളെ പോലെ,
അൽ മുന്തശിരി പരന്നു കിടക്കുന്നതായ. ഇപ്പൊ 3 വസ്തുക്കളാണ് മനുഷ്യർക്ക് ഹലാലായ, ചത്താലും ശുദ്ധിയുള്ള വസ്തുക്കളാണ്. അതിൽ മൂന്നെണ്ണത്തിൽ ഒന്നാണ് ജറാദ്, ഒന്ന് മനുഷ്യൻ, അതുപോലെ വെട്ടുകിളി ജറാദ്, മറ്റൊന്ന് മത്സ്യം. ഈ 3 ചത്താലും നജസല്ല. അങ്ങനത്തെ 3 വസ്തുക്കളാണ്. യമൂജു ബഅളുഹും അവരിൽ ചില ആളുകൾ മുങ്ങും, ഫീ ബഅളിൻ ചിലരിലായിട്ട്, ലിൽ ഹീറത്തി പരിഭ്രമിച്ചതിന് വേണ്ടി, ഇലാ അൻ യുദ്ഉ ലിൽ ഹിസാബി ഹിസാബിലേക്ക് വിളിക്കപ്പെടുന്ന ദിവസം വരെ. ഒറ്റമിനിറ്റ്. ഇലാ അൻ യുദ്ഉ ലിൽ ഹിസാബി വിചാരണക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന ആ ദിവസം വരെ. വതകൂനുൽ ജിബാലു പർവ്വതങ്ങളാകും കൽഹിനിൽ മംഫൂഷ് പാറി നടക്കുന്ന പഞ്ഞി പോലെ ആയിത്തീരും പർവ്വതങ്ങളൊക്കെ അന്തരീക്ഷത്തിലൂടെ പാറുന്ന പഞ്ഞു പോലെ ആയിത്തീരും. കസ്സൂഫിൽ മന്ദൂഫ് പാറി നടക്കുന്ന, ഫീ ഖിഫത്തി സൈരിഹ അതിന്റെ ആ സഞ്ചാരം വളരെ ലോലമായതിൽ, ഏതുവരെ, ഹത്താ തസ്തവിയ മഅൽ അർദി അത് ഭൂമിയോടുകൂടെ സമമാകുന്നത് വരെ. അപ്പൊ ഭൂമിയൊക്കെ ഒന്നാടെ തരിപ്പണമാകും, തകർന്ന് തരിപ്പണമാകും. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു അപ്പൊ ഒരുത്തരുടെ തുലാസ് കനം തൂങ്ങിയിരിക്കുന്നു. അതായത് ബി അൻ റജഹത്ത് ഹസനാത്തുഹു അലാ സയ്യാത്തി ഓന്റെ നന്മകളെല്ലാം അവന്റെ തിന്മയേക്കാൾ മുൻതൂക്കമായിട്ടുണ്ട്, നന്മകളൊക്കെ തിന്മയേക്കാൾ മുൻതൂക്കമായിട്ടുണ്ട്. എന്നാൽ അവൻ ഫഹുവ ഫീ ഈശത്തി റാളിയ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്, ഫിൽ ജന്ന അതായത് അവൻ എവിടെയാണ്? സ്വർഗത്തിലാണ്. തൃപ്തിയുടെ ജീവിതത്തിലാണ്. അവൻ ആ ജീവിതത്തെ തൃപ്തിപ്പെടൽ കൊണ്ട്, അവനിക്ക് തൃപ്തിപ്പെട്ടതാകലുണ്ട്. അപ്പൊ ഈ ഖുർആനിന്റെ വാക്യങ്ങള് ഇതിലൊക്കെ മജാസ് എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങളാണ്. ഫഹുവ ഫീ ഈശത്തി റാളിയ ഇവിടെ പറഞ്ഞത് അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ് എന്നാണ്. അപ്പോ ഇത് മജാസിയായ പ്രയോഗമാണ്, ഒരു ആലങ്കാരിക പ്രയോഗം. യഥാർത്ഥത്തിൽ അവന്റെ ജീവിതമാണ് തൃപ്തികരമാകുന്നത്. ഇവിടെ പറഞ്ഞത് അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. അപ്പോ അവനെന്താണ്? ജീവിതം തൃപ്തിപ്പെട്ടവനാണ്. അപ്പോ അവിടെയുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി വരും കിതാബുകളിലൊക്കെ പഠിക്കാനുള്ളതാണ്. വമ്മാമൻ ഖഫ്ഫത്തു മവാസീനുഹു ഇനി ഒരാളെ തുലാസ് കനം കുറഞ്ഞു, ബി അൻ റജഹത്ത് സയ്യിആതുഹു അലാ ഹസനാതിഹി അവന്റെ നന്മയേക്കാൾ തിന്മ മുൻതൂക്കമായാൽ, ഫഉമ്മുഹു ഹാവിയ അവന്റെ ഭവനം ഹാവിയ അത് ഹാവിയയാണ്. ഉമ്മുഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഫമസ്കനുഹു അവന്റെ പാർപ്പിടം ഹാവിയയാണ്. എന്നിട്ട് ചോദിക്കാണ്, വമാ അദ്റാക മാ ഹിയ ആ ഹാവിയ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഐ മാഹിയ ഐ മാ ഹാവിയ ആ ഹാവിയ എന്നാൽ എന്താണെന്ന് തങ്ങൾക്കറിയുമോ? അത് നാറുൻ ഹാമിയ കത്തുന്നതായ തീയാണ്. ഷദീദുൽ ഹാറ നല്ല ശക്തിയുള്ള ചൂടുള്ള തീയാണ്. നാറുൻ ഹാമിയ എന്നാൽ അതായത് ഹാവിയ എന്നാൽ. അപ്പൊ ഈ സൂറത്തിലൂടെ അന്ത്യനാളിന്റെ ആ ഭീകരമായ അന്തരീക്ഷത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അന്നത്തെ ദിവസം ജനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പറന്നു കിടക്കുന്ന പറവ പോലെ ആയിത്തീരും. അതുപോലെ പർവ്വതങ്ങളൊക്കെ ഒരു പഞ്ഞിയെ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കും. സാവധാനം അങ്ങനെ എല്ലാം സമനിരപ്പായ ഭൂമിയായി തീരും. അപ്പൊ അന്നത്തെ ദിവസം വിജയിച്ചവനാരാണ്? പരാജിതനാരാണ്?
ഒരാളെ തുലാസ് കനം തൂങ്ങിയാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. എന്നാൽ ഒരാളെ തുലാസ് കനം കുറഞ്ഞാൽ അവന്റെ തിന്മകൾ അവന്റെ നന്മയേക്കാൾ മുൻതൂക്കമായി കഴിഞ്ഞാൽ അവന്റെ ഭവനം അത് ഹാവിയയാണ്. എന്നിട്ട് ആ ഹാവിയ എന്താണ് എന്ന് പറഞ്ഞു. ഹാവിയ എന്നാൽ അത് നാറുൻ ഹാമിയ. അവിടെ മാഹിയ എന്നൊരു ചോദ്യമാണ്. അത് എന്താണ്? ഒരു ഖുർആനിന്റെ ആ ശൈലി. ആദ്യം ഹാവിയ, മാഹിയ, മാഹിയ. അവിടെ ഒരു ഹാ എന്താണ്? ആ മുമ്പുള്ളതിനോട് യോജിക്കാൻ വേണ്ടിയുള്ള ഒരു ഹാ. മാ ആദ്യം ഹാവിയ എന്ന് പറഞ്ഞു, പിന്നീട് മാഹിയ. അത് എന്താണ്? അത് നാറുൻ ഹാമിയ, അത് ശക്തമായ ചൂടുള്ള തീയാണ് ഹാമിയ എന്നാൽ. അപ്പോൾ നമ്മുടെ തുലാസുകളൊക്കെ കനം തൂങ്ങണം നല്ല സ്വാലിഹായ അഅമാലുകളെ കൊണ്ട്, അതുപോലെ ഈമാന് കൊണ്ട് കനം തൂങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇന്ന് നാം 2 സൂറത്തുകൾ പറഞ്ഞു അല്ലേ? ഒന്ന് സൂറത്തു തക്കാസുർ പറഞ്ഞു. തക്കാസുർ എന്ന് പറഞ്ഞാൽ നാം അതിന്റെ മീനിങ് എന്താണ് പറഞ്ഞത്? ആരാണ് പ്രയാസമില്ലാത്ത ഒരാൾ പറയാൻ? പരസ്പരമുള്ള മത്സരം അല്ലെ? സമ്പത്തുകളെ കൊണ്ട്, അതുപോലെ സന്താനങ്ങളെ കൊണ്ട്, ആൾബലങ്ങളെ കൊണ്ടൊക്കെ പരസ്പരം മത്സരിക്കുക, പവർ പറയാം അല്ലെ? അപ്പൊ ഈ സൂറത്തു തക്കാസുറിലൂടെ ആളുകളെ ശ്രദ്ധ തിരിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞു. അതുപോലെ അതാണ് ഏത് അത്തഫാഖുർ എന്ന് പറഞ്ഞു അല്ലെ? ശ്രദ്ധ തിരിക്കാനുള്ള കാരണങ്ങൾ. അത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. അപ്പൊ ആ ശ്രദ്ധ തിരിക്കാനുള്ള ഓരോ കാരണങ്ങൾ അത് ഏതുവരെ ഉണ്ടായിത്തീരുമെന്നാ പറഞ്ഞത്? ഹത്താ സുർത്തുമുൽ മഖാബിർ. ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞില്ലേ നമ്മള്? ആ സുർത്തുബുൽ മഖാബിർ എന്ന ആ വാചകത്തിന്റെ അർത്ഥം എന്തായിരിക്കും? അതെ, ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ. അങ്ങനെ പറഞ്ഞാൽ മരണം നിങ്ങളെ പിടികൂടുന്ന സമയം വരെ പരസ്പരം ഇങ്ങനെ മത്സരിച്ചു കൊണ്ടേയിരിക്കും. പിന്നീട് നമ്മൾ സൂറത്തുൽ ഖാരിയ പറഞ്ഞു. ആ സൂറത്തുൽ ഖാരിയയിൽ അൽ ഫറാഷിൽ മബ്സൂസ് അല്ലെ? കൽ ഫറാഷിൽ മബ്സൂസ് എന്ന് നാം പറഞ്ഞു അല്ലെ? ആ അൽ കൽ ഫറാഷിൽ മബ്സൂസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാഷിം തങ്ങള് പോയാ? അപ്പൊ കൽഫറാഷ് ഫറാഷ് എന്ന് പറഞ്ഞ മീനിങ് പറയുകയാണെങ്കിൽ ഫറാഷ് പറവകൾ. അപ്പോ എന്താണ്? പരന്നു കിടക്കുന്ന വിതറിത്തെറിച്ച പറവകളെ പോലെ. അപ്പൊ അതുപോലെയായിരിക്കും മനുഷ്യൻ. എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താണ് ഓടി നടക്കും മനുഷ്യൻ. അപ്പൊ ഈ സൂറത്തു തക്കാസുറിലൂടെ പരസ്പരം പവർ പറഞ്ഞു നടക്കുക, അതുപോലെ സൂറത്തുൽ ഖാരിയയിലൂടെ ആ ന്യായവിധിയുടെ ആ പരലോകത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നാം
ആ പരലോകത്തെ കുറിച്ച് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? അതാ സൂറത്തിലൂടെ തന്നെ പറയുന്നുണ്ട്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആ ചോദ്യം എന്തായിരിക്കും? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നാം ആസ്വദിച്ച ഓരോ സുഖങ്ങളെയും എല്ലാത്തിനെ സംബന്ധിച്ച് നമ്മോട് ചോദിക്കപ്പെടും. പിന്നീട് നാം സൂറത്തുൽ ഖാരിയയിലൂടെ ഫഉമ്മുഹു ഹാവിയ എന്ന് പറഞ്ഞു അല്ലെ. ഉമ്മുഹു ഹാവിയ, അവന്റെ ഉമ്മ ഹാവിയയാണ്. ഇവിടെ എന്താണ് ഹാവിയ എന്നാൽ എന്താണ്? നാറുൻ ഹാമിയ, അതായത് ശക്തിയായ ചൂടുള്ള അല്ലെ, ശക്തമായ ചൂടുള്ള ഒന്നാണെന്ത് അവന്റെ നരകം. അപ്പൊ നാം എന്താണ് ഈ സൂറത്തു തക്കാസുർ, അതുപോലെ സൂറത്തുൽ ഖാരിയ, ഈ സൂറത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? നമുക്ക് എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയാലും ഒരിക്കലും തന്നെ അള്ളാഹുവിനെ മറന്നു പോകാതെ അള്ളാഹുവിനെ എന്താക്കണം? അനുസരിക്കണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. പവർ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവര് കുയ്മാടങ്ങളിലേക്ക് വന്നു വീഴുന്നത് വരെ അവരങ്ങനെ പവർ നടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നാം ആകാൻ പാടില്ല. പിന്നീട് സൂറത്തുൽ ഖാരിയ, അതിഭീകരമായ ദിവസം. ആ ഭീകരമായ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും, നമുക്ക് നൽകിയ സന്താനങ്ങള്, നമുക്ക് നൽകിയ സമ്പത്ത്, എല്ലാത്തിനെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പൊ ദുനിയാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറുമൻ ലാ ദാറ ലഹു ഫിൽ ആഖിറ, അത് ആഖിറത്തിൽ വീടില്ലാത്തവന്റെ വീടാണ്. അപ്പൊ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കാതെ ആ ദുനിയാവിലൂടെ ആഖിറത്തിലേക്ക് കടക്കാൻ കഴിയണം. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് നൽകിയ സമ്പത്ത് അത് അള്ളാഹു കൽപ്പിച്ച മാർഗത്തിലൂടെ ചെലവഴിക്കണം. അതുപോലെ ഫർദായ സക്കാത്തുകൾ ഉണ്ടെങ്കിൽ സക്കാത്തൊക്കെ കൊടുത്തു വിട്ടണം. എന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അദ്ദുന്യ ദാറുമൻ ലാ ദാറ ലഹു ഫിൽ ആഖിറ. ഓക്കെ. ഐനൽ യഖീൻ. അതിനെന്താണ്? സുമ്മല തറവുന്നഹ, പിന്നീട് എന്താവും? നിങ്ങൾക്ക് അതിനെ കാണിക്കപ്പെടും. ഐനൽ യഖീൻ, ഉറപ്പായിട്ടും എന്താവും? കാണിക്കപ്പെടും. അങ്ങനെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്താവും? കാണിക്കപ്പെടും. അവിടെ എന്താണ്? ഒരു നഹവിയായ ഒരു ചർച്ച അവിടെ വരുന്നുണ്ട്. കാരണം ഒരു ഫീല് വന്നാൽ ആ ഫീലിന്റെ മസ്ദർ എന്ന് പറയും. ആ മസ്ദർ എന്താണ്? അത് ആ ഫീലിനെ തേക്കീത് ചെയ്യാനാണ്. അപ്പൊ അവിടെ എന്താണ്? യഥാർത്ഥത്തിൽ ആ ഫീലിന്റെ മസ്ദർ അല്ല, അതുപോലെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ആയന എന്ന് പറഞ്ഞാലും അതുപോലെ റഅ എന്ന് പറഞ്ഞാലും കാണാന്ന് അർത്ഥം. അപ്പൊ പിന്നീട് നിങ്ങൾ അതിനെ കാണും. ഐനറിനെ കാണാൻ തന്നെ. അപ്പൊ ഐനൽ യഖീൻ, ഒരു ഉറപ്പിന്റെ കാണൽ, നിങ്ങൾ എന്താവും? അതിനെ കാണും. അപ്പൊ ആദ്യം കാണും എന്ന് പറഞ്ഞു, പിന്നീട് എന്താണ്? ഒരു ഉറപ്പായ കാണൽ കാണും. അപ്പൊ തീർച്ചയായും നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഒന്ന് ശക്തിപ്പെടുത്താനാണ് ആ രൂപത്തിൽ പറഞ്ഞത്. ഓക്കെ ആണോ?
അപ്പൊ അവിടെ എന്താണ് ലത്തറവുന്ന എന്ന് പറഞ്ഞാലും കാണാൻ തന്നെയാണ്. അതുപോലെ ആയന അയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാണാൻ തന്നെയാണ്.